കുഞ്ഞിന്റെ ജനനത്തോടെയാണ് അവരുടെ പെരുമാറ്റത്തിലെ ചില മാറ്റങ്ങൾ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തിനോടും ഏതിനോടും വളരെ പ്രസന്നമായി മാത്രം പ്രതികരിച്ചിരുന്ന അവൾ പിന്നീട് നിസാര കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ആദ്യമെല്ലാം അത് കാര്യമായി എടുത്തില്ലെങ്കിലും അവരുടെ ദേഷ്യത്തോടെയുള്ള പെരുമാറ്റം കുഞ്ഞിനോടും പ്രകടമാകാൻ തുടങ്ങിയതോടെ അതെല്ലാവരെയും ഞെട്ടിച്ചു. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കാണാം, അല്ലെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്നത് കാണാം. അവളുടേത് മാത്രമായ ചിന്തകളിൽ മുഴുകിക്കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കരച്ചിൽ പോലും അവളെ ബാധിക്കില്ല. എൻ്റെ ദൈവമേ, എൻ്റെ മോൻ എന്ത് മഹാപാപം ചെയ്തിട്ടാണാവോ ഇങ്ങനെയൊരു ജന്മത്തെ അവരുടെ തലയിൽ കെട്ടിവെക്കേണ്ടി വന്നത്? തലയ്ക്ക് സുഖമില്ലാത്ത പെണ്ണിനെ എൻ്റെ മകന്റെ തലയിൽ കെട്ടിവെച്ച് അവളുടെ വീട്ടുകാർ കൈയൊഴിഞ്ഞു. ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് മൊത്തം എൻ്റെ കുഞ്ഞല്ലേ. ഇവളുടെ വീട്ടുകാരും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഭർത്താവ് കിരണിന്റെ അമ്മ നിരന്തരം ശാപവാക്കുകൾ ചൊരിയുമ്പോഴും അവൾ അവളുടേതായ ലോകത്തിൽ മുഴുകി. ഒരിക്കൽ പണി കഴിഞ്ഞു വരുന്ന നേരം സ്വന്തം ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ച് നിർവൃതി അണയുന്ന അവളെ കണ്ട് ഭയന്നതോടെയാണ് കിരണിന് ആ തീരുമാനം എടുക്കേണ്ടി വന്നത്. നമുക്ക് ദിവ്യയെ ഒരു ഡോക്ടറെ കാണിക്കണമേ. അവരുടെ അമ്മയുടെ മുന്നിലെത്തി അവനത് ആവശ്യപ്പെടുമ്പോൾ നെഞ്ചു തകർന്നുള്ള ഒരു കരച്ചിലാണ് അവർക്ക് മറുപടി നൽകിയത്. എൻ്റെ മോൾക്ക് ഭ്രാന്താണോ മോനെ? അവളൊരു പാവമല്ലേ? ആരെയും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാത്ത എൻ്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ ഈശ്വര. തൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് കരയുന്ന ആ അമ്മയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അമ്മയുടെ മനസ്സിൽ ഇരമ്പുന്ന കടലിനേക്കാൾ ശക്തിയിൽ ആഞ്ഞടിക്കുന്ന ഒരു സങ്കടക്കടൽ തൻ്റെ ഉള്ളിലുണ്ടെന്ന് അമ്മ അറിയുന്നുണ്ടോ? അമ്മേ, അവൾക്ക് ഭ്രാന്താണെന്ന് ആരാ പറഞ്ഞത്? അവളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദം എന്തു തന്നെയായാലും നമുക്ക് ചികിത്സിച്ച് നേരെയാക്കണം. ആ പഴയ ദിവ്യയല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന നമ്മുടെ ദിവ്യയെ വേറൊന്നും വേണ്ടമ്മേ. നമ്മുടെ കിങ്ങിനിമോൾക്ക് സ്നേഹത്തോടെ അവൾ ഒരു തുള്ളി മുലപ്പാൽ ഊട്ടുന്നതെങ്കിലും എനിക്ക് കാണണം. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണമ്മേ സ്വന്തം അമ്മയുടെ അവഗണന സഹിക്കേണ്ടി വരുന്നത്? തുളുമ്പി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് കിരൺ തുടർന്നു. നമുക്ക് ചികിത്സിക്കണമേ. ഇല്ലെങ്കിൽ ഒന്നുകിൽ അവൾ, അല്ലെങ്കിൽ ഞാനോ ഞങ്ങളുടെ മോളോ ജീവനോടെ ഉണ്ടാകില്ല. നെഞ്ചു പിടഞ്ഞുള്ള കിരണിന്റെ വാക്കുകൾ ആ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മക്കളോടുള്ള സ്നേഹമാണ് ആ കണ്ണുനീരായി പുറത്തു വന്നതെന്ന് അവർക്ക് മനസ്സിലായി. കുറച്ചധികം ബലപ്രയോഗത്തിലൂടെയാണ് ദിവ്യയെ ആശുപത്രിയിൽ എത്തിച്ചത്. സ്വയം എന്തൊക്കെയോ പുലമ്പുകയോ കൈകാലിട്ടടിക്കുകയോ ചെയ്ത അവളെ നേരെ ഡോക്ടറുടെ മുറിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ എത്തിയതും അവൾ മൗനമായിരുന്നു. പകരം കണ്ണുനീർ വാർന്നു വീഴാൻ തുടങ്ങി. ആദ്യം ദിവ്യയോടൊപ്പം കിരണും ഒരുമിച്ചിരുന്നാണ് ഡോക്ടറോട് സംസാരിച്ചതെങ്കിലും ദിവ്യയോട് മാത്രമായി കുറച്ചു സമയം ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടതോടെ അവൻ പുറത്തിറങ്ങി. കുറച്ചു സമയത്തെ ഇടവേളയ്ക്ക് ശേഷം അവനെ വീണ്ടും തിരികെ വിളിപ്പിക്കുകയും ചെയ്തു. അന്നേരം അമ്മയോടൊപ്പം ദിവ്യ പുറത്തേക്ക് വിട്ടു. കിരൺ, പേടിക്കാൻ വലുതായി ഒന്നുമില്ല, എന്നാൽ കുറച്ചൊന്ന് പേടിക്കുകയും വേണം. എന്താ ഡോക്ടർ? എനിക്കൊന്നും മനസ്സിലായില്ല. അവൻ അക്ഷമനായി. മിസ്റ്റർ കിരൺ, ഇതിന് പല പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു ഗൗരവമേറിയ പ്രശ്നമാണ്. പലരും ഇതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയും. ഒരു കുഞ്ഞ് ജന്മമെടുക്കുന്നതോടെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും മാറ്റം സംഭവിക്കും. എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ആരുമില്ലെന്ന് തോന്നുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ പൂർണ്ണമായും തളർന്നു പോകുന്ന, ദേഷ്യവും സങ്കടവും മാത്രം തിങ്ങി നിൽക്കുന്ന അവസ്ഥയാണത്. ചിലർക്ക് സ്വന്തം കുഞ്ഞിനോട് പോലും ദേഷ്യം തോന്നാം. ദിവ്യയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. അതിനൊരു സ്ട്രോങ് റീസൺ കൂടി അവളുടെ വാക്കുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞതോടെ നിങ്ങളുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ അവഗണനകൾ, കല്യാണം കഴിഞ്ഞു വന്നപ്പോൾ കിട്ടിയ പരിഗണന പോലും അമ്മയായി വന്നപ്പോൾ അവൾക്ക് ലഭിച്ചില്ല. എവിടേക്കോ കേൾക്കുന്ന ശാപവാക്കുകൾക്കെല്ലാം കാരണം ഈ കുഞ്ഞാണെന്ന് അവൾ കരുതി. സ്വാഭാവികമായും മനസ്സിൽ കുഞ്ഞിനോട് അനിഷ്ടം ഉടലെടുത്തു. തൻ്റെ മുന്നിലിരിക്കുന്ന ഡോക്ടർ പറയുന്ന വാക്കുകൾ കേട്ടവൻ ഞെട്ടിത്തെറിച്ചിരുന്നു. ഡോക്ടർ, പക്ഷെ ഞാൻ അവളോടൊന്നും... വാക്കുകൾ ഇടറിയ അവനെ അദ്ദേഹം സമാധാനിപ്പിച്ചു. താൻ അവളെ വേദനിപ്പിച്ചെന്ന് അവളും പറഞ്ഞില്ലടോ. പകരം അവൾ കിരണിനെ വേദനിപ്പിച്ചെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കിരൺ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരമ്മയായി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത്രയും നാൾ കണ്ട ആളായിരിക്കണമെന്നില്ല നിങ്ങളുടെ ഭാര്യ. പഴയ പോലെ അവളോട് സംസാരിക്കുന്ന സമയം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അവൾ പെരുമാറിയേക്കാം. ചുമ്മാ ഇരുന്ന് കരഞ്ഞെന്ന് വരും. മുൻപ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിച്ചെന്നും വരാം. ബട്ട് അപ്പോഴും ഒരു കാര്യം ഓർക്കണം, സ്റ്റിൽ ഷീസ് യുവർ വൈഫ്. ഈ ഒരവസ്ഥയിൽ പെൺകുട്ടികളെ സ്വന്തം വീട്ടിൽ കൊണ്ടു ചെന്നാക്കി കൈയൊഴിഞ്ഞ പലരെയും എനിക്കറിയാം. നിങ്ങൾ അത് ചെയ്തില്ലല്ലോ, വളരെ നല്ല കാര്യം. ഞാൻ എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? എനിക്കെൻ്റെ പഴയ ദിവ്യയെ വേണം. അവൻ്റെ വാക്കുകളിൽ നിസ്സഹായ അവസ്ഥ നിറഞ്ഞിരുന്നു. താൻ തൻ്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം. പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും അവരെ വളർത്തി വലുതാക്കേണ്ടതും സ്നേഹിക്കേണ്ടതും സ്വന്തം മാതാപിതാക്കളുടെ മാത്രം കടമയാണ്. അതിൽ മറ്റുള്ളവർ കൈകടത്താൻ അനുവദിക്കരുത്. കുഞ്ഞുണ്ടാകുന്നത് വരെ മാത്രമല്ല,
ഒരു സ്ത്രീക്ക് പരിചരണം കൊടുക്കേണ്ടത്. കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെ തന്നെ പരിചരിക്കണം ഓരോ അമ്മയെയും. അവളെ ചേർത്ത് നിർത്തണം. സങ്കടം വരുമ്പോൾ നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ഇഷ്ടമുള്ള ആഹാരങ്ങൾ നൽകണം. കുഞ്ഞെന്നത് ഒരിക്കലും അവളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഒരുപോലെ നോക്കണം. ഉറക്കമിളച്ച് കുഞ്ഞിനെ നോക്കേണ്ടത് അമ്മമാർ മാത്രമല്ല. പിന്നെ പ്രധാന കാര്യം, അമ്മയെയും കുഞ്ഞിനെയും മുറിക്കുള്ളിൽ തളച്ചിടുന്ന രീതി മാറ്റി അവളെ പുറം ലോകം കാണിക്കാൻ കൂടി അനുവദിക്കുക എന്നതാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും സ്വന്തം ഭർത്താവ് കൂടെയുണ്ടെന്ന തോന്നൽ അത് മതി ഏതൊരു പെണ്ണിനും പിടിച്ചു നിൽക്കാൻ. ഒരു പരിധിയിൽ കൂടുതൽ വീട്ടുകാരെ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുത്താതിരിക്കുക. അവൾ നല്ലപോലെ ഡിപ്രസ്ഡ് ആണ്. തൽക്കാലം ഞാനിവിടെ അഡ്മിറ്റ് ആക്കുകയാണ്. ഒരു ചേഞ്ച് ആ കുട്ടിക്ക് ആവശ്യമുണ്ട്. ചെറിയ ഡോസുള്ള മരുന്നുകൾ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. എങ്കിൽ കൂടിയും ഈ മരുന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും കുഞ്ഞിനെ മുലയൂട്ടരുത്. അത് കുഞ്ഞിനെ നല്ല രീതിയിൽ ബാധിക്കും. ഞാൻ പറഞ്ഞതെല്ലാം കിരണിന് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായി ഡോക്ടർ. മനസ്സിലായെന്ന രൂപത്തിൽ അവൻ തലയാട്ടി. ഹോസ്പിറ്റലിലെ ശാന്തമായ അന്തരീക്ഷം അവളുടെ മനസ്സിന് ആശ്വാസം പകർന്നെങ്കിലും മാറിടങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിങ്ങുന്ന വേദന 2 ദിവസമായി അവളെ വല്ലാതെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരിക്കുന്നു. കല്ലിച്ചു കിടന്ന തൻ്റെ മാറിടത്തിൽ ഒന്ന് തൊടാൻ പോലും അവൾക്ക് വേദന തോന്നി. അത് മുലപ്പാൽ വന്ന് തെങ്ങി നിറയുന്നതാ മോളെ. 2 ദിവസമായില്ലേ കുഞ്ഞ് കുടിക്കാതെ മുഴുവനും കെട്ടിക്കിടക്കുന്നു. അതായി വീക്കം. മുലപ്പാൽ കുടിച്ച് വളരേണ്ട പ്രായമല്ലേ. ഇന്നലെ രാത്രിയും കിങ്ങിണി മോൾ ഉറങ്ങിയിട്ടില്ല. പാല് കുടിക്കാൻ കിട്ടാഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും വാശിയുമായിരുന്നു. ഞാനും കിരൺ മോനും മാറി മാറി എടുത്തുകൊണ്ട് നടന്ന ഒരുവിധം ഉറക്കിയെടുത്തത്. മോള് നല്ല ഉറക്കമായിരുന്നു. പാവം കിരണും 2 ദിവസമായി ഉറക്കമില്ല. അമ്മയുടെ വാക്കുകൾ നൊമ്പരം പകർന്നപ്പോൾ അവൾ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന് ചാരയായിരുന്നു. മോളൊരു കാര്യം ചെയ്യും. പാല് തെങ്ങി നിറഞ്ഞെന്ന് തോന്നിയാൽ കുറേശ്ശായി പിഴിഞ്ഞു കളഞ്ഞേക്ക്. ആ വീക്കം അങ്ങ് മാറിക്കിട്ടും. അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ മോളെ. അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് കുറേശ്ശായി പാൽ പിഴിഞ്ഞു കളയുമ്പോൾ മാറിലെ വിങ്ങൽ ഹൃദയത്തിലേക്ക് പടരുന്നതുപോലെ അവൾക്ക് തോന്നി. എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനടുത്ത് വന്നിരുന്നപ്പോൾ ഉറക്കത്തിലും അവൾ ചുണ്ടുകൊണ്ട് നുണഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞുറക്കത്തിൽ പാല് കുടിക്കുന്നത് സ്വപ്നം കാണുന്നുണ്ടാകും. അമ്മയും അരികിലേക്ക് വന്നു. നിറഞ്ഞ വാത്സല്യത്തോടെ കുഞ്ഞിനെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുമ്പോൾ അവളുടെ മനസ്സിൽ കുറ്റബോധം അലതല്ലി. ഭക്ഷണം വാങ്ങാൻ പുറത്തേക്ക് പോയി തിരിച്ചു വന്ന കിരണിനെ കാത്തിരുന്നത് അമ്മ മകളെ വാത്സല്യപൂർവ്വം ഓമനിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഒരുപാട് നാളുകളായി കാണാൻ കൊതിച്ചിരുന്ന സുന്ദര കാഴ്ച. ഭക്ഷണം ടേബിളിലേക്ക് വെച്ചവൻ അവർക്കരികിലേക്കായിരുന്നു. സോറി കിരണേട്ടാ. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടപ്പോൾ അവൻ്റെയും കണ്ണു നിറഞ്ഞു. നിന്നെ കുറച്ചുകൂടി മനസ്സിലാക്കാതെ പോയത് ഞാനല്ലേ ദിവ്യേ. കുഞ്ഞ് വന്നപ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ കുഞ്ഞിലേക്ക് മാത്രമായി. നിനക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അതെൻ്റെ മാത്രം തെറ്റാണ്. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ. നീ എൻ്റെ ഭാര്യയാണ്. ഇതെൻ്റെ കുഞ്ഞു. നിങ്ങളെ സുരക്ഷിതമായി നോക്കേണ്ടത് ഞാനാണ്. ആരെന്ത് പറഞ്ഞാലും നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാകും. അത് നീ മറക്കരുത്. എന്ത് വിഷമം വന്നാലും നിനക്കത് എന്നോട് തുറന്നു പറയാം. അതുപോലെ എന്ത് ആഗ്രഹവും എന്നെക്കൊണ്ട് സാധിച്ചു തരാൻ കഴിയുന്നതാണെങ്കിൽ ഞാനത് സാധിച്ചു തന്നിരിക്കും. എൻ്റെ വീട്ടുകാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഇനി നിനക്കെതിരെ ഒരു വാക്കുപോലും അവർ ശബ്ദിക്കില്ല. ഉറപ്പ്. അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ച നേരം അവൾ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. അപ്പോഴും കുഞ്ഞ് തൻ്റെ അമ്മയുടെ കൈകളിൽ സുരക്ഷിതമായി കിടന്ന് സ്വപ്നത്തിലെന്ന പോലെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.